ഇന്നത്തെ പ്രധാന പത്രങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെക്കുറിച്ച് ഒരു വാർത്ത വന്നിരുന്നു. എക്സാലോജിക്കിനെതിരെയുള്ള അന്വേഷണത്തെക്കുറിച്ചായിരുന്നു വാർത്ത. ആ വാർത്ത ഒന്ന് പരിശോധിക്കാം. മലയാള മനോരമയിൽ വന്നിരിക്കുന്ന ആ വാർത്ത എന്താണെന്ന് നോക്കാം. ഫെബ്രുവരി 1 മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു 3 കോളം വാർത്തയാണ് ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ വാർത്തയുടെ തലക്കെട്ടെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കേന്ദ്ര അന്വേഷണം എന്നാണ്. വാർത്ത ഇപ്രകാരമാണ്: മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ കമ്പനിയുടെ ദുരൂഹമായ ഇടപാടുകളുടെ അന്വേഷണം കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയത്തിന് കീഴിൽ വിപുലമായ അധികാരങ്ങളോടെ പ്രവർത്തിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. വീണയുടെ കമ്പനിയായ എക്സാലോജിക്, കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ CMRL ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവയ്ക്കെതിരെയാണ് അന്വേഷണം. ഒരു സേവനവും ലഭ്യമാകാതെ തന്നെ എക്സാലോജിക്കിന് CMRL വൻതുക കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു. 6 ഉന്നത ഉദ്യോഗസ്ഥരെയാണ് SFIO അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകാനാണ് നിർദ്ദേശം. ബംഗളൂരു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നൽകിയ റിപ്പോർട്ടിൽ ഗുരുതര ക്രമക്കേട് വ്യക്തമായ സാഹചര്യത്തിൽ അന്വേഷണം SFIOയ്ക്ക് വിടണമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു. ഇതിൽ കോടതി കേന്ദ്ര നിലപാട് ആരായുകയും ചെയ്തു. ഹർജി 12 വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണം SFIOയ്ക്ക് കൈമാറി കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ ഒരു വാർത്തയോടൊപ്പം തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞ കോളത്തിൽ പ്രധാനമായും ഒരു കാര്യം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. റെയ്ഡിനും അറസ്റ്റിനും അധികാരം. കമ്പനികളുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് SFIO. റെയ്ഡിനും കസ്റ്റഡിക്കും അറസ്റ്റിനുമുള്ള അധികാരമുണ്ട്. ആവശ്യമെങ്കിൽ രാജ്യത്തെ മറ്റ് പ്രധാന അന്വേഷണ ഏജൻസികളുടെ സഹായവും തേടാം. ഇതായിരുന്നു മലയാള മനോരമയിൽ വന്ന ആദ്യത്തെ 3 പ്രധാന വാർത്തകളിൽ ഒന്ന്. ഈ ഒരു വാർത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻകൂട്ടി കണ്ടിരുന്നു. കാരണം കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി പ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ പറഞ്ഞ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ അത് മനസ്സിലാകും. ഇവിടെ വീണ്ടും നിങ്ങൾ ബിരിയാണി ചെമ്പ്, സ്വർണ്ണക്കടത്ത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നതായി കേട്ടു. കൈതോലപ്പായ. ഇപ്പം അതിനെല്ലാം മുമ്പ് പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ടായിരുന്നല്ലോ. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, ചിലരെങ്കിലും മറന്നു കാണാനിടയില്ല. സിംഗപ്പൂർ യാത്ര 100 തവണ, അത് ഒരു ഘട്ടത്തിൽ പറഞ്ഞു ചേർന്നായിരുന്നു. എല്ലാ കാര്യമൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. പിന്നെ ടെക്നിക്കാലിയ, പിന്നെ ആ പേരേ കേൾക്കുന്നില്ല ഇപ്പം. കമല ഇൻ്റർനാഷണൽ, അതും പിന്നെ കേൾക്കുന്നില്ല. പിന്നെ കൊട്ടാരം പോലുള്ള വീട്, അതിന് സാക്ഷ്യപത്രമായിട്ടൊരു വീടും അവതരിപ്പിച്ചു, അത് ഓർക്കുന്നില്ലേ? ഇങ്ങനെ എന്തെല്ലാം തരത്തിലുള്ള നാട് നിറയെ നിക്ഷേപങ്ങൾ, ഏത് സ്ഥലം കണ്ടാലും അത് ഇയാളതാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച കാര്യങ്ങൾ. ഇങ്ങനെ എന്തെല്ലാം കഥകൾ നേരത്തെ തന്നെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്നും നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. നേരത്തെ തൻ്റെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പോൾ മെല്ലെ മകളിലേക്കും എത്തിയിട്ടുണ്ട്. മകൾ ബാംഗ്ലൂരുവിൽ കമ്പനി തുടങ്ങിയത് തൻ്റെ ഭാര്യയുടെ പണം ഉപയോഗിച്ചാണെന്ന് റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ കാശ് ബാങ്കിൽ നിന്ന് എടുത്തു കൊടുക്കുകയായിരുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. തലശ്ശേരി സെൻറ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായിരുന്ന പിണറായി വിജയന്റെ ഭാര്യ കമല 2001 മുതൽ ഡെപ്യൂട്ടേഷനിൽ സാക്ഷരതാ മിഷനിൽ പ്രൊജക്ട് ഓഫീസറായിരുന്നു. 2013 പിണറായി വിജയന്റെ ഭാര്യ സർവീസിൽ നിന്ന് വിരമിച്ചത്. വിരമിച്ചതിന് ശേഷം കിട്ടിയ പണമാണ് സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നൽകിയത് എന്നാണ് പിണറായി വിജയൻ പറയുന്നത്.
പിണറായി വിജയൻ പറയുന്നുണ്ട്, അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തനിക്ക് ഒരു മാനസിക കുലുക്കവും ഉണ്ടാകുന്നില്ല എന്ന്. നേരത്തെ ഭാര്യയെക്കുറിച്ചായിരുന്നു, ഇപ്പം മെല്ലെ മകളിലേക്ക് എത്തിയിട്ടുണ്ട്. കാണേണ്ട കാര്യം എന്താണെന്നറിയോ? മകള് ബാംഗ്ലൂരിൽ കമ്പനി തുടങ്ങാൻ പോകുന്നത് എൻ്റെ ഭാര്യ, അവളുടെ അമ്മ റിട്ടയർ ചെയ്ത് കിട്ടിയ കാശ് അത് ബാങ്കിൽ നിന്ന് എടുത്ത് കൊടുക്കുകയാണ്. നീ പോയിട്ട് നിൻ്റെതായ കമ്പനി തുടങ്ങുക, സ്വന്തമായിട്ട് ചെറിയ കമ്പനി തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ അതിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കുമ്പോൾ എനിക്കൊരു മാനസിക കുലുക്കവും ഉണ്ടാവില്ല. ഞാൻ പരസ്യമായിട്ടൊരു യോഗത്തിൽ പറഞ്ഞല്ലോ, മനസ്സമാധാനമാണ് പ്രധാനം. CMRLനെ പരോക്ഷമായി നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് എന്നതടക്കമുള്ള ആരോപണം ഉന്നയിക്കുന്ന ROC റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം മാധ്യമങ്ങൾ പലതവണ മുഖ്യമന്ത്രിയോട് പ്രതികരണം തേടിയെങ്കിലും വാർത്താ സമ്മേളനങ്ങളിൽ ഒന്നും തന്നെ അന്ന് അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ROC റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ചില പരാമർശങ്ങളൊക്കെ നിയമസഭയിൽ നടത്തിയിരുന്നു. VD സതീശൻ പറഞ്ഞതുവരെ എടുത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മറുപടി പറഞ്ഞിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന്റെയും ജനങ്ങളുടെയും പല സംശയങ്ങൾക്കും ഇപ്പോൾ മുഖ്യമന്ത്രി ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പ്രമുഖ പത്രങ്ങളിൽ വന്ന വാർത്ത പോലും പിണറായി വിജയൻ മുൻകൂട്ടി കണ്ടിരുന്നു എന്നത് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. തുടക്കം മുതലേ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ ഒരു സർക്കാരിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിമർശനം ഉന്നയിച്ചുകൊണ്ടിരുന്നത് സ്വർണ്ണക്കടത്ത് കേസിന്റെ പേരിലായിരുന്നു. സ്വർണ്ണക്കടത്തും എക്സാലോജിക്കും ഭാര്യയ്ക്കും മകൾക്കുമെതിരെയുള്ള നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും എല്ലാത്തിനും തന്നെ അദ്ദേഹം മറുപടി എന്നോണമാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. തന്റെ കൈകൾ ശുദ്ധമാണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. അത് ആരുടെ മുന്നിലും പറയാൻ കഴിയും, അല്പം തല ഉയർത്തി തന്നെ പറയാനും കഴിയും. അതാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് രാഷ്ട്രീയമായി ആവശ്യമുണ്ടാകാം. ഈ ടീമിന് ഇപ്പോൾ ഞാനാണല്ലോ ഒരു നേതാവ് എന്ന് പറയാൻ ഇരിക്കുന്നത്. അതുകൊണ്ട് ആരിരുന്നാലും ഇവിടെ ഇരിക്കുന്ന ആളാണല്ലോ നേതാവ്. അതിൻ്റെ ഭാഗമായി ആ കസേരയിരിക്കുന്നയാളെ ഇടിച്ചു താഴ്ത്തൽ, ഇകഴ്ത്തി കാണിക്കൽ നിങ്ങളുടെ രാഷ്ട്രീയമായൊരാവശ്യമായിരിക്കാം. നിങ്ങളത് നടത്ത്, ജനം സ്വീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം തീരുമാനിക്കട്ടെ. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. Yes.